ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത്? വലിയ പ്ലാനൊന്നുമില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇപ്പം പോകാനുമില്ല. അപ്പം കുറച്ച് ഫോൺ കോൾസ്, ഒന്ന് രണ്ട് ചെറിയ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യണം. അല്ലാണ്ട് അങ്ങനെ വ്യാപകമായൊരു പ്ലാനൊന്നും ഇന്നത്തേക്കില്ല. ഇന്നലെ വലിയൊരു ആവേശമായിരുന്നല്ലോ തലശ്ശേരിയിൽ കണ്ടത്. വോട്ടും തലശ്ശേരി അങ്ങനെ ആയതിൽ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വടകരയിൽ വന്ന് ഇറങ്ങിയപ്പം അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയൊരു മൂവ്മെൻ്റായി പിന്നെ മാറ്റാൻ പറ്റി. അത് മാറി. അതിപ്പം വടകരയിൽ നിന്ന് തുടങ്ങി തലശ്ശേരിയിലെ സമാപനത്തിലേക്ക് എത്തിയപ്പോൾ തലശ്ശേരിയും അതുപോലെ വലിയൊരു നിങ്ങളുടെ 24-ൻ്റെ വിഷ്വലും ആ സമയത്തെ മറ്റേ കമൻസും ഇതൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് പറയട്ടെ എന്നൊക്കെ ശ്രീധരൻ നായർ ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പം അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അതിൻ്റെ ഒരു എന്നോട്ടിൽ ആ ഒരു സ്പിരിറ്റ് നന്നായിട്ട് ഹൈ ആയിട്ട് വന്നു. ഇനി അത് ബൂത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയും കൂടി ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചോദിച്ചാണ്, ഈ എത്തിയ ആൾക്കൂട്ടം വോട്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ ഉള്ളത്? ഞാൻ അതിനൊക്കെ പറഞ്ഞ മറുപടി ഒന്ന് തന്നെ. അല്ലെങ്കിൽ അവർ വരേണ്ട ഒരു സാഹചര്യമില്ല. അപ്പം അങ്ങനെ അല്ലാതെ അവരിപ്പോൾ എന്തിനാ വരുന്നത്? ഇത്രയും റിസ്ക് എടുത്തും ഇത്രയും സമയം വെയിറ്റ് ചെയ്തു ഇത്രയും വെയിൽ കൊണ്ടും ഇത്രയും രാത്രിയായിട്ടൊക്കെ അല്ലെങ്കിൽ വഴിയരികെ വന്ന് നിൽക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ അവർ കാത്തു നിൽക്കുന്നത് എന്തിനാ? അതിന് വേറെ പർപ്പസ് ഒന്നുമില്ല. അത് ഈ മത്സരത്തിനുള്ള പിന്തുണ തന്നെയാണ്. ഉറപ്പായിട്ട് വോട്ടായി മാറും. പിന്നെ വടകരയുടെ വോട്ടൊക്കെ ഏതാണ്ട് തീരുമാനിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഒരു വിശ്വാസം. ഇനിയിപ്പം ഇന്നും നാളെയായിട്ടൊരു തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. വടകര വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ PV അൻവർ പറഞ്ഞത് സാമുദായിക ധ്രുവീകരണമാണ് നിങ്ങളിവിടെ ലക്ഷ്യമിടുന്നതെന്നാണ്. എവിടെ നടക്കുന്നു? വടകരയിൽ. അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി അറിയിക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. എന്നെ അത്ഭുതപ്പെടുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞിട്ട് എന്താ ലാസ്റ്റ് അവരുടെ തന്നെ വിജിലൻസ് എന്താ തീരുമാനിച്ചത്? പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മുഖ്യമന്ത്രി അതിന് കൊടുത്തൊരു സപ്പോർട്ടാണ്. അത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്റ്റേച്ചറിന് ചേർന്നതായില്ല. മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശം അതിനൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനൊക്കെ രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റിക്കൽ ക്രിറ്റിസിസമാണ് നടത്തിയത്. അതിന് പറഞ്ഞ മറുപടിയൊക്കെ അതും കേരളത്തിലെ എല്ലാവരും വിലയിരുത്തുന്നുണ്ടല്ലോ. ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ. വടകരയെ പറ്റി പറഞ്ഞതിനും വടകരയിലെ ജനങ്ങൾ മറുപടി കൊടുക്കും. അല്ലാണ്ട് അയാൾക്ക് മറുപടി പറയുന്നില്ല. സ്ഥാനത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളൊരു വിജയത്തെ കാണുന്നത്? എങ്ങനെയാണ് വിജയം? ഇവിടുത്തെ ജനതയുടെ പൊളിറ്റിക്കൽ ഡിസിഷനായിരിക്കും, രാഷ്ട്രീയ തീരുമാനമായിരിക്കും. ഒന്ന്. രണ്ട്, ഇവിടുത്തെ രണ്ട് ഭരണകൂടങ്ങൾക്കുമെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധമായിരിക്കും. മൂന്ന്, ഈ നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി അവർ രേഖപ്പെടുത്തുന്ന വോട്ടായിരിക്കും. നാല്, പൊളിറ്റിക്കലി 1, 2, 3 എന്ന് പറഞ്ഞാലും ലാസ്റ്റ് ബട്ട് നോട്ട് അറ്റ് ഓൾ ലീസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടകരയുടെ ഭാവിയിലേക്കുള്ള അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളിലെ ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു ഹോപ്പിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും അത്. തീർച്ചയായും നിശബ്ദ പ്രചരണ ദിവസമായി ഇന്ന് ഇത്തരത്തിലാണ് UDF സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ ഒരു ദിവസം ക്രമീകരിച്ചിരിക്കുന്നത്. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 വയനാട്.